ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കഴിഞ്ഞ ആഴ്ചകളായിട്ട് മത്തായിയുടെ സുവിശേഷം ധ്യാനിച്ച് അതിൻ്റെ 25-ാം അധ്യായം അവസാനം, ഇനി 26, 27, 28 അധ്യായങ്ങളാണ് ഇനിയും ബാക്കിയുള്ളത്. അതും വളരെ പ്രാധാന്യമുള്ള ദൈവവചന ഭാഗങ്ങളാണല്ലോ. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചും തുടർന്ന് അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ പറയുകയും അതിന് നമ്മളെങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നതുമായ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിനോട് ചേർന്ന് വളരെ പ്രധാനപ്പെട്ട വേറൊരു ദൈവവചന ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അതിന് തക്കതായ ഒരു മുഖവരെയും പറഞ്ഞല്ലോ. അത് കേൾക്കാനായിട്ട് ദൈവം നമുക്കിടയാക്കി. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധമായിട്ടുള്ള നിലകളിലുള്ള അഭിപ്രായങ്ങളുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമുക്ക് ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ അന്ത്യന്യായവിധി എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന വിഷയമാണ്. എന്നാൽ തന്നെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന് സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും അവൻ്റെ മുന്നിൽ കൂട്ടും. ഇതിനെപ്പറ്റി ചിലർ പറയുന്നത് രാഷ്ട്രങ്ങൾക്കുള്ള ഒരു ന്യായവിധിയാണ്, രാഷ്ട്രങ്ങളുടേതായ ന്യായവിധിയുണ്ട് എന്നുള്ള നിലയിലൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പിന്നെ മതിയായ തെളിവുകളില്ലാതെ ഒന്നിനെക്കുറിച്ചും അഭിപ്രായപ്പെടാത്ത ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നു എന്നല്ലാതെ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പാസ്സാക്കാനായിട്ട് ഞാൻ ആകുന്നില്ല എന്നുള്ളതാണ് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പം നിശ്ചയമായിട്ടും ഈ അഭിപ്രായങ്ങൾക്ക് സാധുതയുണ്ട്. ഈ പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും സാധുതയില്ല എന്നുള്ളതല്ല പറയുന്നത്, നിശ്ചയമായും സാധുതയുണ്ട്. ഇപ്പം കർത്താവിൻ്റെ വരവ്, അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റിയും പല അഭിപ്രായങ്ങളും പല വാദഗതികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പ്രോബബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പല ആർഗ്യുമെൻസിലും അതിൻ്റേതായിട്ടുള്ള നന്മകളുമുണ്ട്, ന്യൂനതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും സംഭവിക്കത്തില്ലെന്നോ ആരെങ്കിലും ആ കാര്യങ്ങൾ വെച്ച് ഇടിച്ചു താത്താനോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അപഹസിക്കാനോ ഉള്ള സാധ്യതയൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ പ്രോബബിളായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പലപ്പോഴും വചനത്തിൻ്റെ പല ഭാഗങ്ങൾ പല നിലകളിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ഭാഗങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളത്. ഒരു വ്യക്തി ഇതിൻ്റെ പശ്ചാത്തലത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ച് ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും. എന്നാൽ ദൈവഹിതം എന്താണെന്നും ദൈവാലോചന എന്താണെന്നും നമുക്ക് ഈ പറയുന്ന ഓരോ പശ്ചാത്തല വിവരണം അനുസരിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ കഴിയും എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. എന്തായാലും കർത്താവ് വരും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും, ഈ ലക്ഷണങ്ങളൊക്കെ നിറവേറും, ന്യായവിധി ഉണ്ടാകും. ഇതെല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ആദ്യം സമയങ്ങളിലൊക്കെ ഈ ഭാഗം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ അത് കേവലം മഹോദ്രവ കാലത്ത് യഹൂദന്മാർ നേരിടുന്ന ഒരു സാഹചര്യത്തിന് അന്ന് മറ്റു പലരും അവരോട് കാണിക്കുന്ന ആ നന്മയും അല്ലെങ്കിൽ സഹിഷ്ണുതയും ഒക്കെ ആയിരിക്കും ഈ പറയുന്നതെന്ന് പറയുമ്പോഴും എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് ഇത്രമാത്രം പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ തന്നെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളത് അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതും ഒരു വൺ ഓഫ് ദ പ്രോബബിൾ സാധ്യതകൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 3.5 വർഷത്തേക്ക് മാത്രം മനുഷ്യനെ കുറിച്ച് ദൈവം നല്ലവനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനും ഉടുപ്പിക്കുന്നവനും ഭക്ഷണം കൊടുക്കുന്നവനും ഒക്കെ ആയി മാത്രം ഇരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനല്ല. കാരണം നമ്മളെ കർത്താവ് രക്ഷിച്ചതിൻ്റെയും കർത്താവ് നമ്മളെ ഇന്ന് നടത്തുന്നതിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുക, പ്രവൃത്തി ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു നിലയിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം ആദ്യ ഭാഗം തൊട്ട് നമ്മൾ വായിക്കുമ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ തന്നെ അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പാറമേൽ ആഴക്കുഴിച്ച് പണിയുന്നവൻ്റെ ഉപമ
എന്നും മണലിന്മേൽ വീട് പണിതവൻ്റെ ഉപമയായിട്ടും അതിനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവവചനവും പറഞ്ഞുകൊണ്ട്, അന്നത്തെ കാലത്തെ ഇസ്രായേലിലും അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു, ദൈവവചനവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക, എന്നാൽ ജീവിതത്തിൽ അത് അനുവർത്തിക്കാതിരിക്കുക. പരീശന്മാരോ ശാസ്ത്രിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവർ പറയുന്നത് പോലെ ചെയ്യുവീനെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. എന്നാൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്, അവർ പറയുന്നത് പോലെ ചെയ്യണം, എന്നാൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് കാണാം. അപ്പം ത്രൂ ഔട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, വചനം പറയുകയും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും ലോകത്തിൽ കാണും. വചനം പറയുകയും അത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുക, എന്നാൽ അതിനെ അനുവർത്തിക്കാതിരിക്കുക, അതിനെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്ന് മാത്രമല്ല, വചനം അനുസരിക്കുക, നീതി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇടറിപ്പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് എന്ന് മനസ്സിലാക്കാതെ, അത് കേവലം വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന നീതി എന്ന് നമ്മൾ പറയുമ്പം തന്നെ എന്താണ് ഈ വിശ്വാസത്താലുള്ള രക്ഷയും സൗജന്യമായ ദൈവനീതിയും തന്നതിന് പിറകിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അർത്ഥമില്ലാത്തതായിട്ട് വരും. ഒരു പുനർവിചിന്തനവും ജീവിതത്തിൽ ഒരു വ്യത്യാസമൊക്കെ ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഈ പറയുന്ന സാഹചര്യം അനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു തന്റെ മഹത്വമുള്ള തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ എന്ന് ഉള്ള നിലയിൽ മഹോദരവം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളെ ആണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രോബബിളായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ്. അതേസമയം തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജനറലായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്നുള്ള നിലയിലും നമുക്കതിനെ കാണുന്നതിന് തെറ്റില്ല. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പം ഇടറിപ്പോവുകയും ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനൊന്നും ദൈവം ചെയ്യുവോ ചോദിക്കുവോ എന്നുള്ളൊരു നിലയിൽ ചിന്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഒരു സാധാരണഗതിയിലാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തിയാളുടെ രക്ഷയെക്കുറിച്ച് അല്ലേ ഈ പറയുന്നത് എന്ന് പോലും കയറി വാദിക്കുന്ന ആശാന്മാരുണ്ട് എന്ന് നമുക്കറിയാം. അത് നമ്മൾ ദൈനംദിനം കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇത് പ്രവൃത്തിയാളുടെ രക്ഷയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് വരെ പറഞ്ഞ് അവരെ വേറെ പല പേരുകൾ ഇട്ടൊക്കെ വിളിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെന്തോ പേരിട്ട് വിളിച്ചാലും നമുക്കുള്ള സത്യം നമുക്ക് പറയാനും പ്രസംഗിക്കാതിരിക്കാനും പറ്റുകയല്ലോ. ഇപ്പോൾ പേര് വിളിക്കുന്നതല്ല ഇവിടെ പ്രധാനം. ഇത് വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. 7-ാം അധ്യായത്തിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ ആ പാറമേൽ ആഴെ കുഴിച്ച് പണിയുന്നവൻ്റെ ഉപമ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന് തൊട്ടു മുന്നേ വായിക്കുന്ന ഒരു വാക്യമാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യവും അതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 21-ാം അധ്യായം 23-ാം അധ്യായം ഇവിടെങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയും എന്നാൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ചില കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ 21-ന്റെ നമ്മൾ കാണുന്നുണ്ട്. 33 മുതലുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഒരു മുന്തിരിത്തോട്ടം നട്ട് അതിൻ്റെ ഫലം എടുക്കാനായിട്ട് ആഗ്രഹിച്ചു, എന്നാൽ ഫലം കിട്ടുന്ന സമയമാകുമ്പോൾ പുത്രനെ അയച്ചു, പുത്രനെ തല്ലിക്കൊന്ന് കളഞ്ഞു. അങ്ങനെ ഈ കുടിയാന്മാരെ മാറ്റി വേറൊരു ഫലം കൊടുക്കുന്ന വേറെ ഒരു കുടിയാന്മാരെ ഏൽപ്പിക്കുക. അവർ വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് ഈ തോട്ടം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്താണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇല്ലെങ്കിൽ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്ന് പറയുമ്പോൾ എന്താ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രത്യേകത മാത്രമാണോ, അതോ ജീവിതത്തിൽ പ്രതിഫലിക്കത്തക്കവണ്ണം ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമാണോ അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് മനസ്സിലാകാൻ കഴിയും. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ നമ്മൾ ആശ്രയിക്കുക, അവൻ്റെ വചനത്തിൽ ആശ്രയിക്കുക എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നിശ്ചയമായും നീതി നിറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ സൽഗുണപൂർണനായി തീരാനുള്ളൊരു വിളിയും ഒരു തെരഞ്ഞെടുപ്പും തന്നെയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. യേശു ക്രിസ്തുവിലും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴും എന്നാൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ.
കാട്ടുമുന്തിരിങ്ങയുടെ അനുഭവം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതും, അവരുടെ ഇടയിൽ തന്നെ, പുറത്തുള്ളവരോട് പോട്ടെ, അവരുടെ ഇടയിൽ തന്നെ അവർ അനീതിയും കൊള്ളരുതായ്മകളും ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ ആമോസിലും ഇതുപോലെ യെശയ്യാവിലും മറ്റു പല ദൈവവചന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ വരുമല്ലോ. അപ്പോൾ ആ കാട്ടുമുന്തിരിങ്ങ എന്തായിരുന്നു? അത് കേവലം വിശ്വാസരാഹിത്യം മാത്രമല്ല, വിശ്വാസരാഹിത്യത്തെ അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം ഇല്ലാതെ വന്നിട്ട് ബാഹ്യമായി മാനുഷകൽപ്പനകളായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കാൻ കഴിയാതെ വണ്ണവും പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ദൈവവുമായിട്ട് അകന്നുപോയ കരുണയില്ലാത്ത ആ ഒരു ജീവിതമാണ് അവിടെ കാണുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ഫലം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫലം കൊടുക്കാൻ കഴിയുന്ന വേറെ കുടിയാന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തു എന്നും, അതുപോലെ തന്നെ 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 3-ാം വാക്യത്തിൽ, മോശയുടെ പീഠത്തിന്മേൽ ഇരിക്കുന്നു, ആകയാൽ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും എന്ന് നേരത്തെ പറഞ്ഞ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എങ്ങനെ ന്യായപ്രമാണത്തിൽ കലമേറിയ ഇത് ത്യജിച്ചു കളയുകയും ചെയ്യുന്നു, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുക. അപ്പം എന്താ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം? ഈ നിസ്സാര കാര്യങ്ങളിൽ, വലിയ ചെലവില്ലാത്ത കാര്യങ്ങളിലൊക്കെ വലിയ മതനിഷ്ഠകളും ന്യായവും ഒക്കെ കാണിച്ചതിന് ശേഷം ന്യായം, കരുണ, വിശ്വസ്തത, ഇതാ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുക. ന്യായം, കരുണ, വിശ്വസ്തത ഇവയെ ത്യജിച്ചു കളയുകയും ചെയ്യുക. അത് ചെയ്യുകയും ഇത് ചെയ്യാതിരിക്കുകയും വേണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇതുപോലെ എത്രയോ വാക്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്കറിയാമല്ലോ, റോമർക്ക് എഴുതുന്ന ലേഖനം പൗലോസ്ലീഹ പറയുമ്പോഴും അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, എന്തിനാണ് ഈ വിശ്വാസത്താലുള്ള രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പാപം അല്ലെങ്കിൽ നമ്മുടെ നീതി കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയത്തില്ലെന്നും ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം നമുക്ക് മനസ്സിലാകും. കാരണം മനുഷ്യന് ആരും ഒരുവനും നന്മ ചെയ്യുന്നവനില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് അദ്ദേഹം അവിടെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 2-ാം അധ്യായം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണാം, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഗുണങ്ങളാണ് പലതും അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അതിലൊരു വാക്യം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്ന ഒരു വാക്യമാണ്. അതിന് 4-ാം വാക്യം, അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്ന് മാത്രമല്ല, അതിൻ്റെ 7-ാം വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തെ അവലോകനം ചെയ്യുമ്പോൾ, അവലോകനം ചെയ്യാൻ കഴിയാത്തതാണല്ലോ യഹൂദന്മാർക്ക് പറ്റിപ്പോയ വലിയ തെറ്റ്. കാരണം അവരുടെ ജീവിതം സത്യം പറഞ്ഞാൽ അവർ കുരുടന്മാരായിരുന്നെങ്കിൽ ന്യായവിധി ഇല്ലായിരുന്നു. എന്നാൽ കുരുടന്മാരായിരിക്കെ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ന്യായവിധി എന്നുള്ളത് കർത്താവ് പറഞ്ഞല്ലോ. അങ്ങനെ ആ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം കാണാം. അവനവനെ ശോധന ചെയ്യുമ്പം മനസ്സിലാകും അവനവൻ്റെ പ്രവൃത്തി നല്ലതാണോ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം ശരിയാണോ എന്നുള്ളത് ഒരു പരിധി വരെയെങ്കിലും അവനവന് തന്നെ മനസ്സിലാവുന്നതാണ്. ദൈവത്തിനും അവനവനും അല്ലാതെ വേറെ പുറത്തുള്ള ആർക്കെങ്കിലും അങ്ങനെ വ്യക്തമായിട്ട് വിധിക്കാനും പറയാനും ഒക്കെ പാടാം. അപ്പം നമ്മളെ സഹായിക്കാനും നമ്മുടെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും കഴിയുന്നത് നമുക്ക് തന്നെയാണ്. അവിടെ എഴുതിയേക്കാണ്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ എയിം? ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം എന്താന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരതയാ. കർത്താവേ, എനിക്ക് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഇതൊന്നും നിവർത്തിക്കാൻ കഴിയുന്നില്ല, എനിക്കിത് സാധിക്കുന്നില്ല കർത്താവേ, നിന്റെ കരുണയും നിന്റെ കൃപയും എനിക്ക് വേണം. ആ കൃപയിൽ ഞാൻ ആയിരിക്കുമ്പം മാത്രമേ നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കത് ചെയ്യാൻ കഴിയുള്ളൂ. വചനത്തെ നമ്മൾ വായിക്കുന്നല്ലോ, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത്
ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. എത്ര മനോഹരമായ വാക്യമാണ്. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ തന്നെ നാമും സൽഗുണപൂർണ്ണരായി തീർന്ന് അനേകർ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലാതെ ഉള്ളൊരു ലക്ഷ്യം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടേയില്ല. കൃപയാലാണ്, വിശ്വാസത്താലാണ് രക്ഷ. എന്നാൽ ഈ കൃപയാൽ വിശ്വാസത്താൽ ഉള്ള രക്ഷ പ്രാപിച്ച് ആ കർത്താവ് ആയിരിക്കുന്നത് പോലെ കാരണം ഈ കൃപ അനുഭവിച്ച ഒരു വ്യക്തിക്ക് അവൻ്റെ അവസ്ഥയും സാഹചര്യവും തന്നെ മാറും. അവന് വേറൊരു വ്യക്തിയെ വിധിക്കാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ കുറ്റത്തിന് മറ്റുള്ളവരുടെ മേൽ പഴിചാരാനോ ഒന്നും സാധിക്കത്തില്ല. കൃപ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, വലിയ കടം ക്ഷമിച്ചു തന്ന ആ നന്ദിയോടുകൂടെ നമ്മുടെ 50 കടം ക്ഷമിച്ചവൻ്റെ കാര്യം ക്ഷമിക്കുന്ന ഒരു അനുഭവമാണ് ഈ കൃപയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നും എന്നു മാത്രമല്ല, കർത്താവെ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചല്ലോ എന്നുള്ള ദൈവത്തോടുള്ള നന്ദിയോടും ദൈവത്തോടുള്ള കടപ്പാടും ഉണ്ടാകുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നതെല്ലാം ചെയ്ത് യോഹന്നാൻ സ്നാപകൻ പറയുന്ന പോലെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, അല്ലെ കർത്താവ് പറഞ്ഞു ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടി ഇതിന് തടവെടുത്ത് വളവിട്ടൊക്കെ നോക്കാം എന്ന് പറഞ്ഞതുപോലെ ഇത് നിയമപ്രകാരം കിട്ടിയേക്കുന്ന ഒരു ലൈഫ് നീട്ടി കിട്ടിയതല്ല, കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് മനസ്സിലാകുമ്പോൾ മറ്റുള്ളവരിലേക്കും മറ്റുള്ള ഇതിലേക്കും ഒക്കെ നോക്കാതെ കർത്താവ് എൻ്റെ കുറവ് എന്തുണ്ട് അത് നീ എനിക്കൊന്ന് കാണിച്ചു തരണമേ, എൻ്റെ വീഴ്ച എന്തുണ്ട് അത് കാണിച്ചു തരണമേ. മാത്രമല്ല, ഏത് പ്രമാണം കൊണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആഴമായ രൂപാന്തരം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ സ്നേഹത്താൽ, യേശുവിൻ്റെ സ്നേഹത്താൽ, ഈ ദൈവകൃപയാൽ ഒരു വ്യക്തിയിൽ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു രൂപാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ കൃപയാൽ മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ. ഈ കർത്താവിലേക്ക് വന്നിട്ട് ഇനിയും ഫലം കായ്ക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ലോകത്തിൽ അവൻ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സ്നേഹവാനായ യേശുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് വന്ന് അവൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് അവനിലായിരിക്കാനും അവൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള നന്മ പ്രവർത്തികൾ നമ്മളിൽ നിന്ന് കൃപയാൽ പുറപ്പെട്ടു വരാനും ദൈവം ഇടയാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ, പിന്നെ ഇനിയും പുതിയ വളമൊന്നും ഇനി ഇടാനില്ല, പുതിയ രീതിയൊന്നും ഇനിയില്ല, ഇനി ഇതിനേക്കാൾ അപ്പുറത്തൊരു കൃപ കാണിക്കാനില്ല, ഇതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹം കാണിക്കാനില്ല. കാരണം അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തൊക്കെയും മായ്ച്ചു കളഞ്ഞു എന്ന് അവൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എത്ര അസുലഭമായിട്ടുള്ള, എത്ര പ്രത്യേകത ഉള്ള, അല്ലെങ്കിൽ ഇതുവരെ മുരടിച്ചു നിന്ന ഒരു അനുഭവമാണെങ്കിലും അത് തളിരിടാനും ഫലം കായ്ക്കാനും തക്കവണ്ണം ഇടയായിത്തീരുന്ന നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അന്വേഷിക്കുന്നവർക്ക് കർത്താവ് ഈ വാഗൊണ്ട് പറയുകയും ജീവിതം കൊണ്ട് നിഷേധിക്കുകയും ചെയ്ത ഒരു ജീവിതമല്ല എനിക്ക് വേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുക ഇരട്ടത്താപ്പ് ജീവിതം എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. പണ്ട് ജോർജ് വെർവർ ദൈവദാസൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞ പോലെ, കർത്താവേ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ ജീവിതം എവിടെയോ ഒക്കെയോ ആകണമായിരുന്നു, എന്നാൽ ഞാൻ ചെയ്യുന്നതനുസരിച്ച് എൻ്റെ ജീവിതം അതിൻ്റെ പ്രാഥമിക പടികളിൽ പോലും എൻ്റെ ജീവിതം എത്തിയിട്ടില്ല. ഞാൻ ചെയ്യുന്നതനുസരിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ നിറവേറിയിട്ടില്ല. എന്നാലും എല്ലാവരും പ്രസംഗിക്കുന്നത് ഞാനും പ്രസംഗിക്കുന്നുള്ള മട്ടിന് ഞാൻ പോകുക. എന്നാൽ അത്തരം ഒരു ചതിവിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രസംഗിക്കുന്നവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വട്ടം അത് പ്രസംഗിച്ച് കഴിയുമ്പോൾ പിന്നെ അവരതൊക്കെ നിവർത്തിച്ചു എന്നുള്ളൊരു വ്യാജഭാവം പിശാച് അവരുടെ ഹൃദയത്തിൽ കൊടുക്കും. അത് ഞാൻ പലവട്ടം പ്രസംഗിച്ച പ്രസംഗ വിഷയമല്ലേ. പ്രസംഗ വിഷയം എവിടെ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ? ജീവിതം എവിടെ കിടക്കുന്നു? പ്രസംഗ വിഷയമായിട്ട് നോട്ടായിട്ടും ചെറിയ ചെറിയ ചീട്ടുകളായിട്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാ. ജീവിതം എവിടെയാ കിടക്കുന്നേ? നമുക്കറിയാമല്ലോ, പ്രസംഗിക്കുന്നവരുടെ പലരുടെ അനുഭവം നമുക്ക് തന്നെ അറിയാം. കാരണം പലപ്പോഴും പ്രസംഗിക്കുന്നത് പലതും നമുക്കെതിരെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നത്, നമുക്കെതിരെ തന്നെയാ. പ്രസംഗത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ ആരുടെയും കേൾക്കണം, നമ്മുടെ പ്രസംഗം കൊണ്ട് തന്നെ നമ്മൾ വിധിക്കപ്പെടാനുള്ള ഒരു വലിയൊരു സാധ്യത പ്രസംഗം നമുക്ക് തരുന്നുണ്ട്.
അത് വലിയൊരു സാധ്യതയാണ്. നമ്മുടെ ഇതുകൊണ്ട് തന്നെ നമ്മൾ കുറവുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാകാനും, ഇനി പുറത്തെങ്കിലും പറയാൻ ആഗ്രഹമില്ലെങ്കിൽ പറയണ്ട, മിനിമം നമുക്കെങ്കിലും മനസ്സിലാകുമല്ലോ. പലപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കാപട്യത്തിനും വഞ്ചനയ്ക്കും നമ്മുടെ ഇരട്ടത്താപ്പ് ജീവിതത്തിലും ഒക്കെ എതിരെ നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ വേറെ ആരെക്കുറിച്ചും അതിന് പറയുന്നതുമില്ല. എനിക്കത് പല കാര്യങ്ങളിലും എനിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കുന്നുണ്ട്. കാരണം ദൈവം വെറും പ്രസംഗമല്ല ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം തന്നെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രസംഗിച്ചിട്ട് കൊള്ളരുതനായി തീർന്നു പോകുന്ന അനുഭവമല്ല, ആ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രേ ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുന്നത് പോലെ, അത് വടിയെടുത്ത് സ്വയം അടിപ്പിച്ച് ദണ്ഡിപ്പിച്ചു എന്നല്ല അർത്ഥം എന്നുള്ളതിന് മുന്നേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ശക്തമായ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള തീരുമാനത്തിൽ പേഴ്സിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ജീവിതത്തിൽ ഫലം കാണുന്നത് വരെ ആ ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു നിലയിലാണ് നമുക്കിത് കാണുന്നത്. ശക്തമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച തീരുമാനങ്ങളുമായിട്ട് അതിനെ നേരിടാനായിട്ട്, ആ ഇരട്ടത്താപ്പിനെ പൊളിച്ചു കാണിക്കാനായിട്ട്, ആ കപടഭക്തിയെ പൊളിച്ചു കാണിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ പറയപ്പെടുന്നത് പോലെ തന്നെ അത് വലിയ ഒരു ഞെട്ടലായിട്ട് ജീവിതത്തിൽ തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇവിടെ നമുക്ക് കാണാം എത്ര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ ദൈവസന്നിധിയിൽ ചെന്ന് കാണുക. കർത്താവിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു, കർത്താവിന് വേണ്ടി ഇങ്ങനെ ചെയ്തു, ഭയങ്കര വേല ചെയ്തു, ആത്മാക്കളെ നേടി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് ചിലർ പറയുന്നത് അവിടെ ന്യായവിധിക്കൊന്നും നിൽക്കുകയല്ല, ചിലർ നേരെ ലജ്ജ കൊണ്ട് തല താത്തി പോകുന്ന അനുഭവങ്ങളുണ്ടാകും. ചിലർ നേരെ അവർക്ക് അർഹമായ സ്ഥാനത്തേക്ക് അവർ തന്നെ പോകും. പിന്നെ തള്ളിവിടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ചില വിശുദ്ധന്മാർ പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ സന്ദർഭവശാൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നോക്കിയാട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോൾ ചെയ്തു? അല്ലെങ്കിൽ ദേവദാസൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിവിടെ വായിക്കുന്നത് 1:20 മനുഷ്യപുത്രൻ തൻ്റെ തേജസ് ഉള്ളോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവർ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളും അവൻ്റെ മുന്നിൽ കൂടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ഈ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഒരു അവസ്ഥ നമുക്കറിയാം. പണ്ട് ബിജോ ബ്രദർ ഇവിടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പുള്ളിയുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഈ ചെമ്മരിയാടെന്ന് പറഞ്ഞാൽ തലയും താഴ്ത്തി ഒരു വലിയ ജീവൻ്റെ പ്രസരിപ്പൊന്നും ഇല്ലാതെ അതുങ്ങളിങ്ങനെ ഒരു മെക്കാനിക്കലായിട്ട് നടന്നു പോകുന്ന പോലെ നമുക്കിങ്ങനെ തോന്നും. കോലാടെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വിക്രമം പിടിച്ച ആടാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. അതുപോലത്തെ ആടുകൾ, അത് മരത്തെ കയറും, ചാടും, പതിലേ കയറും, അവിടുന്ന് അത് അഭ്യാസങ്ങളൊക്കെ കാണിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിൽ കണ്ടു, ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വലിയൊരു ക്ലിഫ്റ്റിൻ്റെ മീതേന്ന് എടുത്ത് ചാടുന്ന ഒരു ആടിൻ്റെ ചിത്രം. അതിന് പേടിയില്ല ഇങ്ങനെയൊക്കെ ചാടാനെന്ന് തോന്നും. കാരണം കോലാടുകളുടെ ഒരു പ്രത്യേകത അതാണെന്ന് നമുക്കറിയാം. അത് വളരെ ശക്തമായിട്ട് ചില സമയങ്ങളിൽ മറ്റുള്ളവരെ ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ കോലാടുകളെ നമ്മൾ ഓർക്കുമല്ലോ, നമ്മൾ കണ്ടു കാണുമല്ലോ. അവിടെ വായിക്കുകയാണ്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പം കർത്താവ് ഈ മനുഷ്യരാശിയെ സൃഷ്ടിച്ചപ്പോഴും ലോകത്തെ സൃഷ്ടിച്ചപ്പോഴും ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് തൻ്റെ അവരോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുക. ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പലപ്പോഴും പലരും ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് അവൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കാനാണ്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പം ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സുവിശേഷം അറിയിക്കാനും തന്നോടുകൂടെ ഇരിപ്പാനും എന്നൊരു ഒരു 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 പർപ്പസും കൂടെ എഴുതി. തന്നോടുകൂടെ ഇരിപ്പാനും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവം ഏറ്റവും അഭിലഷിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോടുകൂടെ ദൈവം അർത്ഥവത്തായ കൂട്ടായ്മയിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പം ദൈവം അതിനുവേണ്ടി നിത്യമായിട്ടുള്ള ദൈവീക പദ്ധതികൾ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് വരുന്നതാണ് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തും അതിന് പ്രസക്തമായ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്ന് മാത്രമല്ല നമുക്കറിയാം, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട്, ഈ ലോകത്ത് തന്നിട്ടുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക്
പണം ആവശ്യമാണ്, ഭവനം ആവശ്യമാണ്, മറ്റു പല സൗകര്യങ്ങളും ആവശ്യമാണ്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഏത് നിലയിലുള്ള പ്രാധാന്യമാണ് ഇതിനൊക്കെ കൊടുക്കേണ്ടത്? കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏത് നിലയിലുള്ള പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്? എത്ര ഇതിന് കൊടുക്കാവൂ? അതിൽ കൂടുതൽ നമ്മൾ ഇതിനൊന്നും കൊടുത്തുകൂടാ. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തു പോകുന്നവനാണ് നമ്മളിപ്പോൾ വിചാരിക്കുക നമുക്കൊരു വലിയൊരു സമ്പാദ്യമുണ്ട്, ആ സമ്പാദ്യം വെച്ച് നോക്കുമ്പം എൻ്റെ തലമുറയിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാം, എൻ്റെ അടുത്ത തലമുറ എന്നാ ചെയ്യും, പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതാനും സമ്പാദിക്കാനും ഒക്കെയുള്ള ഒരു 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 എന്താ ഇൻസ്പിറേഷൻ ആയിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മുൻതൂക്കമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ പല തലമുറകൾക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ നമുക്കറിയാം തനിക്ക് തന്നെ അവസാനം വരെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ഒരു നിലയിൽ കാര്യങ്ങളെ കണ്ട ഒരു വ്യക്തിയോട് ഇന്ന് ഈ നിന്റെ ആത്മാവിനോട് ചോദിച്ചാൽ നിന്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞവർ ദൈവവിഷയമായി സമ്പന്നനാകാതെ ഉള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ഓർക്കുന്നുണ്ടല്ലോ. അപ്പം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളോട്, അല്ലെങ്കിൽ നമുക്കുള്ളവർക്കും നമുക്കുള്ളതിനെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും വരുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, എപ്പോൾ നിന്റെ അടുക്കൽ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കുടിപ്പാൻ തരികയോ ചെയ്തു എന്ന് ചോദിക്കുമ്പം നമുക്കറിയാം നമ്മൾ പലരും നമ്മളെ ഈ ഒരു കാര്യത്തിൽ പലരും നമ്മളെ നിന്ദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. എന്നാൽ അത്രയും ഒരു ചിന്തയൊന്നും എനിക്കില്ല. പല ദൈവമക്കളെ എനിക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന പല ദൈവദാസന്മാരും സാമ്പത്തികമായിട്ട് കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല. എന്നാൽ അവിടെ രഹസ്യത്തിൽ അവർ പല കാര്യങ്ങളും അവരുടെ ധനവും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് തന്നെയാണ് സത്യം. കാരണം നമുക്കറിയാം, വേദനിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ, ഇന്നലെ രാത്രി തൊട്ട് എനിക്ക് മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പഠിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഈയിടയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച 1ാം ക്ലാസ് മുതൽ പഠിച്ച ആൾക്കാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയെന്ന്. അതിൽ പലരും വലിയ പഠിത്തമൊന്നും ഇല്ലാത്തവരാണ്. എന്നാൽ അതിലൊരു വ്യക്തി ഡയാലിസിസ് ഒക്കെ ആയിട്ട് കിഡ്നിയൊക്കെ പോയി ഇരിക്കുന്ന ഒരു കാര്യം ഇന്നലെ ഞാനത് അറിയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം എൻ്റെ ഹൃദയത്തിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ ഉള്ള സ്ഥായിയായ ചിന്ത, ദൈവമേ, ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിന് വളരെ സാമ്പത്തികമായിട്ടും പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്നാൽ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് കഴിവിൻ്റെ പരമാവധി ആരും അറിയരുത്, എന്നാൽ തന്നെ ചെയ്യുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മറന്നുപോയി, ആളിനെ മറന്നുപോയി. ഏതോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ വെച്ച് പഠിത്തം നിർത്തിയ ഒരു വ്യക്തിയാണ്. മുഖം പോലും ഓർക്കുന്നില്ല. ഇങ്ങനെ ഒരാൾ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, എന്നാൽ അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളത് പോലും മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമസൃഷ്ടങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളും അവരുടെ ചില ഭൗതിക ആവശ്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ അവയോടൊന്നും കണ്ണടച്ചു പോകാനുള്ള ഒരു അനുഭവമല്ല ദൈവം നമുക്ക് നൽകിയേക്കുന്നത്. അങ്ങനെ ഒരു കാര്യമല്ല. അവന് വേണമെങ്കിൽ പോട്ടെ, അവന് ഇന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോട്ടെ, ഇവിടെ പോട്ടെ എന്നുള്ളൊരു നിലയിലല്ല. ഇതേപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം എൻ്റെ സഹപാഠിയായ വ്യക്തി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വിശ്രമിക്കുക. എന്നാൽ അദ്ദേഹത്തിന് ദൈനംദിനം തിന്നാനുള്ള മരുന്ന് ഇല്ല. അത് എക്സ്പെൻസീവായിട്ടുള്ള, നമുക്കറിയാമല്ലോ, ഹാർട്ടിന് സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് അത് നിരന്തരം ചില ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ 10-20 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാലൊന്നും പ്രത്യേകിച്ച് സാമ്പത്തികമായി കഴിവുള്ള വ്യക്തി ഒന്നുമല്ല. നമ്മുടെ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഈ പറയുന്ന രണ്ടുപേരും. മറ്റേ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരാണ്. എന്നാൽ തന്നെ നമുക്കൊരു സഹായം ചെയ്യാൻ പോകുമ്പോൾ നമുക്കവിടെ അവൻ്റെ ജാതി ഏതാ, മതമേതാ, ദൈവമകനാണോ മകനല്ലയോ, ഇതൊന്നും നമുക്കവിടെ വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളാലാവത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഒരുപക്ഷെ വലിയ മെനക്കേടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങൾ, മെനക്കേടില്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങൾ
നമുക്ക് അവർക്ക് വേണ്ടി പലപ്പോഴും ചെയ്യാനായിട്ട് കഴിയും. കാരണം അത് ഈ കാര്യങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കറിയുന്ന കാര്യങ്ങളെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. നമ്മൾക്ക് പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നും ഇല്ലാതെ തന്നെ ഇവരുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ നമുക്ക് മറ്റു പല കൺസിഡറേഷൻസ് വരുമ്പം അതിന് നമുക്ക് കഴിയാതെ വരും. എന്നാൽ സഹായം ചെയ്യുന്ന കാര്യത്തിൽ ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വിശേഷാൽ സഹോദരന്മാർക്കും എന്ന് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസങ്ങളോ ഒന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. എല്ലാ സമയത്തും ആ ദൈവം നമുക്ക് അനുവദിക്കുന്ന നന്മകൾ, നമ്മളാൽ ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള നന്മകൾ നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ളതും, അതിന് സാധ്യത ഉള്ളപ്പോഴത് ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളതും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കയ്യിൽ കാശിരിക്കുന്ന സമയത്ത് സഹോദരൻ വന്ന് ചോദിക്കുമ്പം ഇന്ന് പോയിട്ട് നാളെ വാ എന്ന് പറയരുത് എന്ന് പറഞ്ഞേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ഇന്ന് ഇല്ല നാളെ വാ, എന്നാൽ കയ്യിലിരിപ്പുണ്ട്. അപ്പം ആ നിലയിലുള്ള ഒരു ജീവിതം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് വചനത്തിൽ നിന്നറിയാം, ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചാലൊന്നും അധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന പ്രസംഗങ്ങളല്ല. അത് വലിയ സ്വർഗത്തിലിരിക്കുന്ന കാര്യവും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കാര്യവും ഒക്കെ പറയുമ്പോൾ ഹല്ലേലൂയ വിളിക്കുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പം അത് എനിക്കും പലപ്പോഴും ഇഷ്ടമല്ല, കേൾക്കുന്ന പലർക്കും അത് ഇഷ്ടമല്ല. കാരണം ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ചെയ്യുന്നു. അല്ല, അതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകണമെങ്കിൽ, അതിനൊരു മാതൃക ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ചെയ്യുന്നത് യുക്തമാണെന്ന് മനസ്സിലാകണമെങ്കിൽ നിശ്ചയമായും ദൈവവചനത്തിൽ നിന്നുള്ള പ്രബോധനവും അതിന് ആവശ്യം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. നമ്മൾ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. യാഗങ്ങളെ പറ്റി പറയുക, ആദരപരമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്ക എന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനക്കാരൻ പറയുക, ഈ വക യാഗത്തിലല്ലോ കർത്താവ് പ്രസാദിക്കുന്നത്. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും നമ്മൾ മറക്കരുത്. നോക്കിയാട്ടെ, എനിക്ക് തോന്നുന്നത് അതെ, അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 15. അതുകൊണ്ട് അവൻ മുഖാന്തരം 15-ാം വാക്യം 13-15, അവൻ മുഖാന്തരം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ അനുസരിച്ച് നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക്. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഏതിൽ വേണമെങ്കിലും വിശ്വസിച്ചോ, കർത്താവ് എപ്പം വരുമെന്ന് വേണമെങ്കിലും വിശ്വസിച്ചോ. എന്നാൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തിലും കാഴ്ചപ്പാടിലും ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു മാറ്റമാണ്. അതിന് ഒന്നുമില്ല. അതിന് ഞങ്ങൾ വിശ്വാസിക്കുകയും ഞാൻ ചെയ്യത്തുള്ളൂ, അവന് ചെയ്യത്തില്ല, അവൻ ഇങ്ങനല്ലേ, അതൊന്നും ഒരു കൺസിഡറേഷനേ അല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഇടക്കാലത്തൊക്കെ ചിലരൊക്കെ ധർമ്മം ചോദിച്ചാൽ കൊടുക്കത്തില്ല. കാരണം ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞ്, ഉമ്മമാർ കൊണ്ടുപോയി വെള്ളം അടിക്കുകയും കഞ്ചാവ് അടിക്കുകയും ചെയ്യാനല്ലേ ബ്രദറെ എന്ന് കൊള്ളും. പിന്നെ എൻ്റെ മനസ്സിലേക്കൊരു ഇത് കയറി വന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഇല്ല ചിന്തിക്കുക, എന്നാലും എൻ്റെ മനസ്സിലേക്ക് അവൻ ചോദിക്കുന്ന ഏവനും കൊടുപ്പീന്നല്ലേ പറഞ്ഞേക്കുന്നത്. അല്ലാതെ അവനത് കൊണ്ടുപോയി ഇനി എന്തോ ചെയ്യുവോ എങ്ങനെ ചെയ്യുവോ എന്നൊന്നും ഞാനിപ്പം ഇതാക്കിയിട്ട് എൻ്റെ കാര്യം ഞാൻ ചുരുക്കേണ്ട കാര്യം എന്താ എനിക്കുള്ളത്? ദാറ്റ് ഈസ് അപ് ടു ഹിം. അത് അവന് ലഭിച്ച ഈ നന്മകൾ കൊണ്ട് അവൻ എന്തോ ചെയ്യുന്നു, അവൻ നശിച്ചു പോകുന്നോ, അവൻ തുടരുന്നോ എന്നുള്ളത് അവനെ സംബന്ധിച്ച കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ച കാര്യമൊന്നുമല്ല. നമ്മളതിൽ വിഷമിച്ച് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ഈ ഉപദേശിമാർക്ക് സ്വോത്രകാഴ്ച കൊടുക്കുന്നത് പോലും ഈ ഉപദേശിമാർ കൊണ്ടുപോയി എന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ചില ഉപദേശിമാർ ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരും. ഉള്ള കാര്യം പറയുക. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കഥ നമ്മുടെ ഇടയിൽ കടന്നു വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായിട്ടുള്ള കാര്യം. ഒരു പെൺകുട്ടി, അവളുടെ ധനികയായ ഒരു പെൺകുട്ടി, അവളുടെ ബർത്ത്ഡേയുടെ ദിവസം അവളുടെ അപ്പൻ അയച്ചു കൊടുത്ത വലിയൊരു ഗിഫ്റ്റ്, ഒരു കാശ്
അവൾ കൊണ്ടുപോയി ഞാനിത് അടിച്ചു പൊളിക്കുന്നൊന്നുമില്ല, ഉപദേശിക്ക് ഞാനിത് കൊടുക്കുക എന്നും പറഞ്ഞ് കൊണ്ടുപോയി ഉപദേശി കൊടുത്ത്. ഉപദേശിക്ക് കൊടുത്തപ്പോൾ ഉപദേശിയുടെ മോളുടെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കണമെന്ന് വെച്ചിരിക്കുക. ഈ കാശ് കിട്ടിയതോടുകൂടി ഉപദേശിയുടെ മോളുടെ ബർത്ത്ഡേ അതിഗംഭീരമായിട്ട് പൊടി പിടിച്ച് കളഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകും എന്ന് നമുക്ക് അറിയാം. എന്ന് മാത്രമല്ല, ഈ കൊടുക്കുന്നത് ഇവർക്ക് ഇങ്ങനെ മാത്രമേ കൊടുക്കാവൂ എന്നുണ്ടോ? നമുക്കറിയാം, ദശാംശമോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്തും ഇത് ഇവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നുണ്ടോ? അങ്ങനൊന്നുമല്ല. ദൈവവേലയിൽ നമ്മളെ ഉപദേശിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവദാസന്മാർക്ക് നമ്മൾ കൊടുക്കണം. അതേസമയം തന്നെ എവിടെയൊക്കെ അർഹതയുണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭാരം തോന്നുന്നു അവർക്കും കൊടുക്കണം. അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഞാൻ ഉപദേശിമാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊരു നിലയിൽ പറയാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കും. അതേസമയം തന്നെ നമ്മുടെ ഭൗതിക സഹായം കൊണ്ട് ഒരുത്തൻ തെറ്റിപ്പോകാതിരിക്കാനും നമ്മൾ നോക്കണം. അതും ഞാൻ ഇതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ള ഒരു സംഗതി, എൻ്റെ സഹായം സ്വീകരിച്ച പലരും, ഞാൻ പറയാൻ വിഷമിക്കുക, എന്നാൽ തന്നെ പലപ്പോഴും തെറ്റിപ്പോവുകയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കൊടുപ്പ് ഒരു സ്ഥാനത്തുള്ള കൊടുപ്പായിരുന്നില്ല. അത് ദൈവം അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും വിശ്വാസത്തിൻ്റെ മാർഗം പഠിപ്പിക്കാൻ ആഗ്രഹിച്ച സമയത്ത് ഞാനതിൻ്റെ ഇടയിൽ പോയി നിന്ന് നല്ല പിള്ളയായിട്ട് അവർക്ക് കൊടുക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാതെ എന്നിലേക്ക് നോക്കാനായിട്ട് അത് ഇടയായി തീരുകയും അത് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു എന്ന് എനിക്ക് പറയാനായിട്ട് എനിക്ക് പേടിയുണ്ട്. കാരണം കൊടുക്കുന്നത് വളരെ അത് ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ ആശ്രയം നമ്മളിലേക്കായി തീരാനും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യും എന്നുള്ള നിലയിലേക്ക് തീരാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആശ്രയിക്കുക തന്നെ വേണം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററോട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്യാനായിട്ട് ഞാൻ വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വലിയ നല്ല കാര്യം, സുവിശേഷ വേല ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ മാസം എന്തെങ്കിലുമൊക്കെ തരും എന്ന് വിചാരിച്ച് വരണ്ട. കാരണം ഞാൻ തരും, തെരിയലാന്നൊന്നും പറയുന്നില്ല. നടത്തിപ്പനുസരിച്ചും ഇതനുസരിച്ചും ദൈവം എനിക്ക് തോന്നിക്കുന്ന സമയത്തൊക്കെ ഞാൻ തരും. അതേസമയം മാസം ഇത്രാം തീയതി ഞാൻ ഇതൊക്കെ വാടകയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ അങ്ങ് വീട്ടിൻ്റെ അവിടെ എത്തിച്ചോളാം എന്ന് ബ്രദർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ബ്രദർ വരണ്ട. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ എനിക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 10 വേലക്കാരെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് അവർക്ക് സപ്പോർട്ടും കൊടുത്തൊരു നേതാവായിട്ടൊക്കെ നടക്കരുത്. നടക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു വേലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വേലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള വേല ചെയ്തിട്ട് നടക്കുന്ന പല ദൈവഭക്തന്മാരെയും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർക്ക് പലപ്പോഴും ഈ വേലയ്ക്ക് വേണ്ടി പല കാര്യം ചെയ്തുകൊണ്ട് അവർക്ക് കൺവിക്ഷൻ ഇല്ലാത്തതും അവർക്ക് ഹൃദയത്തിൽ ദൈവത്തോട് പ്രാഗൽഭ്യം നഷ്ടപ്പെടുന്ന നിലയിലുള്ള ചില അനുഭവങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത് പലപ്പോഴും മുൻപാഠങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ കർത്താവേ, നിന്നിലേക്ക് നോക്കുന്ന ഭക്തന്മാര് വേല ചെയ്യട്ടെ. കാരണം ആത്മാവിൽ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ഈ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് കൊടുക്കുകയാ ഒരു ദൈവഭക്തന് ഇന്നത്തെ തലമുറയിലും അന്നത്തെ തലമുറയിലും ചെയ്യാനായിട്ട് കരണീയമായിട്ടുള്ള കാര്യം. ഈ കാഴ്ചപ്പാട് ലഭിച്ചവൻ, ദൈവത്തിന് ആശ്രയിക്കാൻ കാഴ്ചപ്പാട് ലഭിച്ചവൻ, അവൻ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നവന് നമുക്ക് ദൈവം പ്രേരിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അവൻ ദൈവത്തിങ്കിലേക്കേ നോക്കത്തുള്ളൂ. നമ്മളെന്തെങ്കിലും 10 രൂപ കൊടുത്തെന്ന് വെച്ചൊന്നും നമ്മളെ ആരും ആക്കാനായിട്ട് പോകുന്നില്ല. ഒരു താങ്ക്സ് പോലും അവർ ചിലപ്പോൾ പറഞ്ഞതും വരികയില്ല. ഞാനും എന്നെ സഹായിക്കുന്ന ആരോടും വലിയ താങ്ക്സ് ഒന്നും പറയാറില്ല. കാരണം അത് ദൈവം അവരോട് പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അവരോട് ഒരു പരിധിയിൽ കൂടുതൽ ബാധ്യതപ്പെട്ട് അവർക്ക് അടിമയായിട്ടൊന്നും കിടക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഇത് ദൈവത്തിന്റെ ബാങ്കിൽ നിന്നുള്ള ചില ട്രാൻസാക്ഷൻസ് എന്നല്ലാതെ നമ്മുടെ മടിശീലയിൽ നിന്ന് നമ്മുടെ പേഴ്സിൽ നിന്ന് നമ്മൾ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുകയല്ല. ദൈവം തന്നു, അതനുസരിച്ച് കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. നമ്മൾ മുന്നോട്ട് പോകുമ്പം പല കാര്യങ്ങൾ അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ഇതുപോലെ ഈ ഭൗതിക ലോകത്തും ആത്മീയമായിട്ട് മാത്രമല്ല ഈ ഭൗതിക ലോകത്തും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മകളിൽ നല്ല ഗൃഹവിചാരകന്മാരായിട്ട് സ്റ്റീവാർഡ്സായിട്ട് ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഇരിക്കാൻ തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ചെയ്യാനും നിവർത്തിക്കാനും എന്ന് മാത്രമല്ല ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എപ്പോഴും ഭൗതിക വിഷയങ്ങളെക്കാളും പ്രാധാന്യമുള്ളത് ആത്മീയ വിഷയങ്ങൾക്ക് തന്നെയാണ്. ഭൗതികമായിട്ട് എന്തെങ്കിലും ചെയ്ത് ഒരു വ്യക്തിക്ക് തൃപ്തിപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കാൻ കഴിയത്തില്ല. നമ്മൾക്ക് ദൈവവുമായിട്ട് ബന്ധം ആത്മീയ കാര്യങ്ങളിലുള്ള തൃപ്തിയെ യഥാർത്ഥ തൃപ്തിയായിട്ട് വരത്തുള്ളൂ.
അതേസമയം തന്നെ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വെച്ചതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണമെന്നോ അത് കണ്ടില്ല എന്ന് നടിക്കണമെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ, പുതിയ സൃഷ്ടിയുടെ അനുഭവം എന്ന് പറയുമ്പം അത് നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ഫലമോ എന്ന് വായിക്കുന്നത് പോലെ അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, സഹോദരപ്രീതി, സ്നേഹം എന്ന് ഒക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ഫലം ഇങ്ങനെയായി ദിവസം വെളിപ്പെടാനായി വരുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഈ പ്രത്യേക കോണ്ടക്സ്റ്റിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ അതവിടെ പരിഗണനീയം തന്നെയാണ്. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ച് വിളിക്കുമ്പം നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ചിലർ പല ദൈവഭക്തന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രയേലിനെ പകയ്ക്കുകയും ഇസ്രയേലിനെ വെറുക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരാം എന്ന് ചിലർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതിന് എന്തുമാത്രം അതിതാണെന്നുള്ളത് ഞാൻ അത്ര ആഴമായിട്ട് ചിന്തിച്ചിട്ടില്ല. എന്നാൽ നിശ്ചയമായിട്ടും അതൊരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വെറും പ്രസംഗത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഇത് പ്രതിഫലിപ്പിക്കാൻ തക്കവണ്ണം നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് എന്നുള്ള ആ പ്രബോധനവാക്യം ഓർത്തുകൊണ്ട് തന്നെ അർഹമായ സ്ഥാനങ്ങളിൽ അത് ചെയ്യാനും ദൈവനാമം അത് നിമിത്തം മഹത്വപ്പെടാനും. എന്നാൽ നമുക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ളതിനേക്കാൾ ഉപരി അത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനും ആ പാപിയാരെന്ന് നമ്മളെ കർത്താവ് ഇത് നീതീകരിച്ചതിലും ഒക്കെ അതാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ദൈവം അംഗീകരിക്കുമെന്നോ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ പ്രവർത്തികൾ ഏത് വിധം കറപുരണ്ട തുണികൾ പോലെ അല്ലയോ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം നീതിപ്രവർത്തികൾ നമുക്ക് ക്രിസ്തുവിനെ സുവിശേഷത്തെ മാറ്റിക്കൊണ്ട് വേറൊരു റൂട്ട് ദൈവത്തിങ്കിലേക്ക് തുറന്നു തരുമെന്നോ അങ്ങനെ തുറക്കപ്പെടുമെന്നോ ആരെങ്കിലും വിശ്വസിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ക്രിസ്തു എന്ന ഏക വഴിയല്ലാതെ ദൈവത്തിങ്കിലേക്ക് പോകാനായിട്ട് നമുക്ക് വേറൊരു വഴിയില്ല. എന്നാൽ ക്രിസ്തുവിൽ എത്തിച്ചേർന്ന് രൂപാന്തരപ്പെട്ടവർക്ക് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ കാണിച്ചുകൊണ്ടുള്ളൊരു ജീവിതം തന്നെയാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. അതുപോലൊരു ജീവിതം ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകളിൽ പിന്തുടരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.